Ashik, Inverters Home Appliances and Electronics, Thodacat. ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗൾഫ് ബസാർ കരുളായി. പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി. കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം. മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി. അമരവലം പഞ്ചായത്തിന്റെ ജൈവവള വിതരണത്തിൽ ക്രമക്കേട് നടന്നുവെന്ന വീണ്ടും UDF ആരോപണം. കഴിഞ്ഞ വർഷം 90 രൂപയ്ക്ക് കർഷക ഗുണഭോക്താക്കൾക്ക് നൽകിയ ജൈവവളം തനത് വർഷം വിൽപ്പന നടത്തിയത് 120 രൂപ പ്രകാരമായിരുന്നു. ഇത് പഞ്ചായത്തിന്റെ ഭരണാനുമതിയില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരം ചെയ്യുകയായിരുന്നുവെന്ന് UDF കൺവീനർ കേമ്പിൽ രവി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നമ്മളിന്റെ വാർത്താ സമ്മേളനം ഐക്യജനാധിപത്യ മുന്നണിയുടെ അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർക്കാനുണ്ടായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ഇവിടെ വികസനത്തിന് എതിര് നിൽക്കുകയാണെന്നുള്ള തരത്തിൽ പത്രസമ്മേളനം നടത്തിയത് കണ്ടു. ഐക്യ ജനാധിപത്യ മുന്നണി എക്കാലത്തും പഞ്ചായത്തിലെ സമഗ്രമായ വികസനത്തിന് പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം ഉറച്ചു നിന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും കണ്ണടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിന് ആധാരമായിട്ടുള്ള കാര്യം, ഇവിടെ ജൈവവളം ഉണ്ടാക്കി വിറ്റതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് വാസ്തവമാണ്. 90 രൂപയ്ക്ക് കൊടുത്തിരുന്ന ജൈവവളം 120 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണോ, അതേ CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നെടുത്ത തീരുമാനമാണോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അതങ്ങനെ പറയാനൊരു കാര്യമുണ്ട്. സബ്സിഡി പഞ്ചായത്ത് കൊടുക്കുകയാണ്. വളം നിർമ്മിക്കുന്ന യൂണിറ്റിന് സബ്സിഡി കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. അത് പ്ലാൻ ഫണ്ടിൽ നിന്നല്ല കൊടുക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമായ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചല്ല അത് കൊടുക്കുന്നത്. ആ സബ്സിഡി കൊടുക്കുന്നത് സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന തനത് ഫണ്ടിൽ നിന്നെടുത്തിട്ടാണ് ഈ വളം നിർമ്മാണ യൂണിറ്റിന് ഈ സബ്സിഡി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സബ്സിഡി കൊടുത്ത് വളത്തിന് വില വർദ്ധിപ്പിക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ്. ആ പഞ്ചായത്തിന്റെ ഭരണസമിതിയോട് ആലോചിക്കാതെ, അതിൽ അജണ്ട വെക്കാതെ, അതിൽ ചർച്ച ചെയ്യാതെ ADCയുടെ നേതൃത്വത്തിലാണ് വില വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനൊന്നും പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. അതിന് സംശയം എന്താണ്? അങ്ങനെയാണെങ്കിൽ ADC മതിയല്ലേ? ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ആവശ്യവും കൂടില്ലല്ലോ. ആ വില വർദ്ധിപ്പിച്ചതിൽ അഴിമതിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനൊരു തർക്കവുമില്ല. ഈ മെറ്റീരിയൽ കോസ്റ്റിന്റെ വില വർദ്ധിച്ചു എന്ന് പറയുന്നത് എവിടെയാ വില വർദ്ധിപ്പിച്ചത്? ആട്ടിൻ കാഷ്ടവും ഈർച്ചപ്പൊടിയും ചാണകപ്പൊടിയും ചേർത്തുണ്ടാക്കുന്ന ഈ നാമക്കല്ലിൽ നിന്നായി സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഞങ്ങളൊക്കെ ഇത് അന്വേഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് 1 രൂപ പോലും ഈ മെറ്റീരിയൽസിന് വില വർദ്ധിച്ചിട്ടില്ല. ലേബർ ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. മറ്റുള്ള പഞ്ചായത്തുകളിൽ ഗുണനിലവാരം കുറഞ്ഞ വളമാണ് വിതരണം ചെയ്യുന്നത്. അതെങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന് ഞങ്ങൾക്കറിയില്ല. മറ്റുള്ള പഞ്ചായത്തിനെ മോശമാക്കി പറയുന്ന രീതിയും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ നല്ലതാണ്, മോശമാണെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. ഈ വളം നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല ഈ വളം മോശമാണ് എന്നുള്ള ഒരു അഭിപ്രായമില്ല. പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് വളം നിർമ്മിക്കുന്ന യൂണിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് കൊടുത്തു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കത്ത് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വെക്കണ്ടേ? പഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് കിട്ടിയാൽ ഔദ്യോഗിക രേഖയാണത്. ആ രേഖ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വെച്ച് 19 മെമ്പർമാരിൽ നിന്ന് ചർച്ച ചെയ്ത് ഒരു ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ നോട്ട് സെക്രട്ടറി പ്രാബല്യമാക്കുമ്പോഴാണ് അത് നിയമമാകുന്നത്. പിന്നെ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾക്ക് കുറെ വിവരമില്ല, വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പഞ്ചായത്ത് പറഞ്ഞാൽ എല്ലാവർക്കും വിവരമുള്ള ആളുകളാണല്ലോ ഈ നടപ്പാക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ഈ വളം വില വർദ്ധിപ്പിച്ച നടപടി ധിക്കാരപരമായി വീണ്ടും വിൽക്കുകയാണ്. വളം പാവപ്പെട്ട കർഷകന് 120 രൂപ തന്നെയാണ് ഇവർ വിൽക്കുന്നത്. അത് തെറ്റാണ്. ധിക്കരിച്ചു പോകാനാണ് നിങ്ങൾ
മുന്നോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ വിൽക്കും, നിങ്ങൾക്ക് ഭരണമുണ്ട്. പക്ഷേ നാളെ ഏത് ചോദ്യചിഹ്നം നിങ്ങളുടെ മുന്നിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. പഞ്ചായത്തിലെ ആസൂത്രണ സമിതി കൂടിയിട്ട് 1 വർഷത്തോളമായി. പഞ്ചായത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെയാണ്. ഇവിടെ CPMന്റെ ഓഫീസിൽ നിന്നെടുത്ത തീരുമാനം ഭരണസമിതിയിൽ പോലും ചർച്ച ചെയ്യുകയാണെന്ന് UDF പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി പറഞ്ഞു. പഞ്ചായത്ത് വികസന സമിതി വിളിച്ചിട്ട് 9 മാസമായി. ഇവർ പറയുന്നത് പഞ്ചായത്ത് വികസന സമിതിയിൽ ചർച്ച ചെയ്തിട്ടാണ്, അല്ലെ അതുപോലെ തന്നെ വികസന സെമിനാറുകളിലൊക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനമാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഒരു കാരണവശാലും ഞങ്ങളും കൂടിയുള്ള വികസന സമിതിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആസൂത്രണ സമിതിയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല, വികസന സെമിനാറിലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇത് ഇവര് രഹസ്യ അജണ്ടയായി നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ്. 30 രൂപയല്ല വളത്തിന് വില വർദ്ധിച്ചത്, 60 രൂപ. 30 രൂപ നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, 30 രൂപ നമ്മൾ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ വർദ്ധിപ്പിച്ച തുക എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. ഇതിന് വേറെ സർക്കുലർ ഉണ്ട്, അങ്ങനെ സർക്കുലർ ഉണ്ട്. അത് നഗരങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് കിട്ടാൻ പ്രയാസമുള്ളിടത്ത് സർക്കുലർ ഉണ്ടാവും, അല്ലാതെ ഇവിടെ എന്തിനാ ഈ സർക്കുലർ നടപ്പാക്കണം? അതുപോലെ ഈ സാധനത്തിനൊന്നും, ഈ ആട്ടുംകാട്ടത്ത് കോഴിക്കാട്ടത്തിന് 40 രൂപന്റെ മേലെ 5-8 വർഷമായിട്ട് എന്നും ഇതിന് 40 രൂപ. ഈർച്ചപ്പൊടിക്കും അതേ വില തന്നെയാണ്. അതുപോലെ തന്നെ വളപ്പൊടിക്കും ഇപ്പൊ മിഞ്ഞാന്ന് ഞാൻ അന്വേഷിച്ചു, ഇവിടെ നാട്ടിൽ വെക്കുന്ന ആൾക്കാരോട്, അതിന് 40 രൂപയുള്ളൂ. പിന്നെ എന്തൊരു വില വർദ്ധിപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ജനങ്ങളെ മേലിൽ ഈ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്? CPMഉം പ്രസിഡന്റും നടത്തുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഇവിടെ ഇപ്പോ ചില വികസനങ്ങൾ നടക്കുന്നതിന്റെ മുകളിൽ അടിയിൽ കാണുന്നുണ്ട് ലോക്കൽ സെക്രട്ടറിയുടെ പേര് അടിയിൽ എഴുതുക. വളരെ മോശപ്പെട്ട പരിപാടിയല്ലേ? ഒരു പഞ്ചായത്തിലും നടക്കാത്ത ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരുകള് ജനങ്ങളുടെ നികുതി പണം എടുത്ത് നടത്തുന്ന ഓരോ വികസനത്തിന്റെ അടിയിലും കൊണ്ട് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര മോശപ്പെട്ട പരിപാടി ഉണ്ടോ? ജനങ്ങളിത് മനസ്സിലാക്കും. ജനങ്ങള് പറഞ്ഞാല് അമരമ്പലത്തെ ജനങ്ങള് ഈ UDFന്റെ ഭരണത്തിന്റെ പുറത്ത് നിങ്ങൾ 35 കൊല്ലം ഈ പഞ്ചായത്ത് ഭരിച്ചല്ലോ, എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? എങ്ങനെയായിരുന്നു ഇവിടെ അഴിമതി നടത്തിയത്? വീടുകൾ കൊടുക്കാതെ വീടിന് നിങ്ങൾ പൈസ വാങ്ങിയിട്ടില്ലേ? ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ അമരമ്പലത്തെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. അത് ആദ്യം പ്രസിഡന്റും CPMഉം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ അഴിമതികളെ കുറിച്ച് പറയാനുണ്ട്. നിരവധി അഴിമതികളാണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന വികസനമല്ലാതെ LDF ഭരണകാലത്ത് എടുത്തു പറയാൻ പറ്റിയ വികസനമൊന്നും കൊണ്ടുവന്നിട്ടില്ല. UDF ഭരണകാലത്തെ എല്ലാ വികസന പ്രവർത്തനത്തെയും എതിർത്തവരാണ് ഇപ്പോൾ വികസന വിപ്ലവം പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VK ബാലസുബ്രഹ്മണ്യനും പറഞ്ഞു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞ 1-2 കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രസിഡന്റ് പറഞ്ഞത് വളത്തിന്റെ വില വർധനയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ബോർഡിൽ വന്നപ്പോഴാണ് ഇത് പ്രസിഡന്റ് അറിഞ്ഞു എന്ന് പ്രസിഡന്റ് പറഞ്ഞത്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ആ മീറ്റിങ്ങിന് പോയിട്ടില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. പിന്നെ ആരാ പോയത് എന്ന് ചോദിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ് പോയത്. വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആസൂത്രണ സമിതിയിൽ ഈ വിഷയം വന്നിട്ടില്ല, ഗ്രാമസഭയിൽ വന്നിട്ടില്ല, വികസന സെമിനാറിൽ വന്നിട്ടില്ല, പഞ്ചായത്തിന്റെ ബോർഡിൽ ഇത്തരം തീരുമാനങ്ങൾ വന്നിട്ടില്ല. അപ്പൊ ഈ ബോർഡ് തീരുമാനം ഒന്നുമില്ലാതെ, ഒരു തീരുമാനങ്ങളും ഇല്ലാതെ ഈ വില കയറ്റം 60 രൂപ വർദ്ധിച്ചെങ്കിൽ ഈ 60 രൂപ വർദ്ധിക്കാനുള്ള സാധനങ്ങളുടെ മെറ്റീരിയൽസിന്റെ വില എങ്ങനെ വന്നു എന്ന് പ്രസിഡന്റ് തിരിച്ചു പറയണം. അത് വരുന്ന കാരണം. രണ്ടാമത് ADC ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം അതിന്റെ ആസൂത്രണ സമിതിയുടെ അല്ലെങ്കിൽ ADSന്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വൈസ് ചെയർമാൻ വൈസ് പ്രസിഡന്റാണ്, അതിന്റെ പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആ സമിതിയിലുള്ള ആളാണ്. പിന്നെയാണ് പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ UDFകാരാണ്, അതുകൊണ്ടാണ് വില വർദ്ധിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. അങ്ങനെ UDFകാരാണെങ്കിൽ വില വർദ്ധിപ്പിച്ചാൽ നിങ്ങളെ സമ്മതിക്കുക, അതാണ് നിങ്ങൾക്കുള്ള പണി. അതിനുള്ള പണി നിങ്ങൾക്ക് അതല്ല, അതിന് തിരുത്താനുള്ള മാർഗങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. രണ്ടാമത്തത് പറഞ്ഞത് മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ സ്ഥലം വീതി കുറവാണ്. ആരാ അതിന് കുറ്റക്കാര്? ഞങ്ങളാണ്. ഞങ്ങളല്ലല്ലോ അത്. വീതി ഇവിടെ കുറവില്ല, കുറവുണ്ടെങ്കിൽ ഞങ്ങളാണ് കുറ്റക്കാര്. ഈ പഞ്ചായത്ത് അങ്ങാടി, ഈ പഞ്ചായത്തിലുള്ള മലയോര വികസന സമിതി, റോഡുമായിട്ട് വികസന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ മെമ്പർമാർ ഒപ്പം നിന്ന് കൊടുത്തിട്ടുണ്ട്. അവരോട് കൂടെ, അവരുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കട ഉടമകളോടും അത് മാറണമെന്നും അവിടെ വീതി കൂട്ടണമെന്ന് ഞങ്ങൾ തന്നെയാണ് മുന്നിട്ടിറങ്ങി പറഞ്ഞത്. പിന്നെ വികസന വിരോധികൾ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതായിട്ട് ഉണ്ട്. പ്രസിഡന്റിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു കാലത്ത് പഞ്ചായത്ത് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ, പഞ്ചായത്തിന്റെ മുന്നിൽ 2-3 തേക്കുണ്ടായിരുന്നു. അവിടെ പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കരീമാക്കാന്റെ ഭരണകാലത്താണ്. ആ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഈ തേക്ക് മുറിക്കണം. ഈ തേക്ക് മുറിക്കണമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തു കൂടി കയറിക്കെങ്കിൽ മാത്രമേ മുറിക്കൂ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു സമരം നടത്തിയായിരുന്നു CPMന്റെ നേതൃത്വത്തിൽ. ഒരു 2-3 ദിവസമൊക്കെ 2 ദിവസം ഇരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നില്ല.
അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇപ്പൊ പന്തലുമില്ല, അവിടെ കെട്ടിടം കയറി. ഇപ്പൊ പ്രസിഡന്റ് പറയുന്ന വികസനം ഞങ്ങൾ എടുത്തു പറയാം. പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കിയത് UDF ആണ്. ഇപ്പൊ ഈ പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് അടക്കം ഇരിക്കുന്ന റൂമുകൾ, അവിടെ ഫ്രണ്ട് ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് UDF ആണ്. UDF ഇവിടെ വികസനം നടത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുമോ? നിങ്ങൾ നടത്തിയ ഒരു വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ ബോർഡിന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ 7.5 വർഷം നിങ്ങളാണല്ലോ ഭരിക്കുന്നത്. എന്ത് ചെയ്തു നിങ്ങൾ പറയണം. ഇവിടെ ഞങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റും. പഞ്ചായത്ത് ഓഫീസിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ കാര്യങ്ങൾ, അതിൽ ബാക്കി കുറച്ച് നടപടികൾ സുജാത പ്രസിഡന്റ് ആയപ്പറ്റി നമ്മളവിടെ നടത്തിയത്. റോഡ് കയ്യേറി കോൺഗ്രസ് ഓഫീസ് ഉണ്ടാക്കിയിട്ടില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ അത് തടയാൻ CPM അന്ന് ശ്രമിക്കാതെയിരുന്നത് എന്താണെന്നും ബാലസുബ്രഹ്മണ്യൻ ചോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ M. നാസർബാൻ, അഫീഫ VP, നിഷാദ് പൊട്ടേങ്ങൽ, സുനിത നൊട്ടത്ത്, MA റസാഖ്, UDF നേതാക്കളായ KM സുബൈർ, കുണ്ടിൽ മജീദ്, ജോബിൻ തോമസ്, പ്രവീൺ പൂളയ്ക്കൽ, ചെറിയാപ്പൂ പൊട്ടിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KL 71 ന്യൂസ് പൂക്കോട്ടുംപാടം.